ഞാൻ കൃഷ്ണകുമാർ നായർ. പഴയ ഒരു ആർഎസ്കാരനായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്തായാലും ഞാൻ വീണ്ടും സജീവമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരുവാണ്. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ദുബായിലാണ്. നാട്ടിൽ വരുന്നതിന് 2 ഉദ്ദേശമുണ്ട്. 2 ഉദ്ദേശം കില്ലിങ് തന്നെയാണ്. ഞാൻ വീണ്ടും ആ പഴയ കത്തികളും സാധനങ്ങളൊക്കെ വീണ്ടും തേച്ച് മിനുക്കി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല. കൊല്ലുക ഒരു വ്യക്തിയെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യുക. ലസിത പാലിക്കലിനെതിരെ പരാതി കൊടുത്തിട്ട് പോലീസിന് പിണറായി വിജയൻ്റെ ഊമ്പിയ തായോളി പോലീസുകാരൻ പോലീസ് മന്ത്രി ഇതേമാതിരി ഒരു മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു BJP-കാരനാണ്, RS-കാരനാണ്. ഇതേമാതിരി ഒരു മന്ത്രിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇതിനു മുമ്പ് ഭരിച്ചിരുന്നു. സാധാരണക്കാരൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും കേൾക്കാൻ അയാൾ അത് നാടകമാണെങ്കിൽ കൂടിയും അയാൾ അതിനുവേണ്ടി കാത്തിരുന്നു. ഒരു ചീഫ് മിനിസ്റ്റർ ലൈവാ. देखो एक ही पाकिस्तानी दोस्त है मेरे साथ आ गया अभी. देखो वो चीफ मिनिस्टर है. वो चीफ मिनिस्टर एक अच्छा करने के लिए वो किया. वो ड्रामा है, पक्का ड्रामा है, हम लोग का मालूम है. फिर भी वो ऐसा किया. पिनराई क्या करते हो? मदर चूत. उसका माँ का पोसरी में हम डालते यार, हरामी मदर चूत है. उसका बाप क्या है कौन है उसका मालूम है. എടാ കള്ളി എത്താൻ പോകണം, കടുവെത്താൻ പോകണം, അല്ലാതെ പണിക്ക് ഇറങ്ങരുത്. ഞാൻ വരുന്നു കേരളത്തിലേക്ക്. എൻ്റെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം നിനക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ തരാം. ഈവൻ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുക്കാം. നിനക്ക് എന്ത് മൈര ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യേ. വന്നിട്ടുണ്ടല്ലോ നിൻ്റെയൊക്കെ വീട്ടിൽ കണ്ട പടപടാ നമ്മളെ പൊട്ടിക്കും. അതുള്ള പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നേ. എനിക്ക് 2 ലക്ഷം രൂപ മാസം ശമ്പളമുണ്ട്. ഞാൻ സീനിയർ റിഗ്ഗിംഗ് സൂപ്പർവൈസറാണ്. 2 लाख इंडियन मनी है मेरा सैलरी. समझाए हरामी. मैं आ रहे मारने के लिए तुम लोग को पक्का. സാബ് കീബൂത്തു ലസിത പാലിക്കലെ നിങ്ങൾക്ക് കൂടെ കിടക്കാൻ വിളിക്കണോ? തായോളി മോനെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്ന് നിൻ്റെ മുമ്പിലിട്ട് നിൻ്റെ പെണ്ണുമ്പിളെ മോളിനെ ഞാൻ ശരിക്കും മറ്റേ പരിപാടി ഞാൻ ചെയ്യാം. മണി പറഞ്ഞ മാതിരി, കാട്ടുകുരങ്ങൻ മണി പറഞ്ഞ മാതിരി ഞാൻ മെറ്റപ്പണി അങ്ങോട്ട് ചെയ്യാം നിൻ്റെ മുമ്പിലിട്ട്. നീ സഹിക്കോ തായോളി? നീയൊക്കെ പാലി പഴച്ചുണ്ടായതല്ല പൂരിയുടെ മോനെ തായോളി. പാടാ. ഇതിന് മറുപടി എനിക്ക് കിട്ടണം എല്ലാവരിൽ നിന്നും. കിട്ടിയില്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളൊന്നും ഇനി കേരളത്തിൽ വേണ്ട. മനസ്സിലായല്ലോ? ഇതിനെനിക്ക് മറുപടി കിട്ടണം, എനിക്കൊരു പിന്തുണയും കിട്ടണം. ഞാൻ നാട്ടിലേക്ക് വരുവാണ്. കയ്യിൽ സമ്പാദ്യവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഉറച്ച ചങ്കുറപ്പോട് കൂടിയാണ് വരുന്നത്. അങ്ങോട്ട് വരിക നാട്ടിലേക്ക്. ദേ വരുന്നു അടുത്ത ഫ്ലൈറ്റിന്.